ഋഷിജി, ഈ കാശ്മീരിയൻസിന്റെ ജനറൽ ആറ്റിറ്റ്യൂഡ് എന്താണ്? കശ്മീരികൾ വളരെ നല്ല മനുഷ്യരാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. ഒരുപാട് സ്നേഹമുള്ള അവർ ഈ ഡിഫൻസ് ഫോഴ്സസിനോട് ഒരു റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ളവരുണ്ട് അവിടെ. ആ പക്ഷേ ജനറലി അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മളോട് ഒരുപാട് നല്ലതാണ്. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയും, ബോർഡർ ക്രോസ് ചെയ്ത് വരുന്ന ടെററിസ്റ്റുകൾ ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അത് കശ്മീരികളുടെ ഒരുപാട് സഹായം നമുക്കുണ്ട്. തന്നെയുമല്ല, ഇന്ത്യക്ക്, ഭാരതത്തിന് കേരളം പോലെ തന്നെയാണ് കശ്മീരും. അപ്പോൾ ഇപ്പം പുതിയ പോളിസികളും പുതിയ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും വന്നപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഒരുപാട് നല്ല ചേഞ്ചസ് ഈവൻ ആളുകളിലും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡിലും ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അവിടെ ഉള്ളത്. ഋഷി സർ, അവിടെ ഈ പട്ടാളക്കാര് നടന്നു പോകുമ്പോ ഈ ജനങ്ങള് ചിലവര് കല്ലെറിയും എന്നൊക്കെ പറയണത് ശരിയാണോ? ശരിയാണ്. അത് ഒരുപാട് ഏരിയകളിൽ ആന്റി ഡിഫൻസ് എന്ന് തന്നെ പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ അവർ ചെയ്യാറുണ്ട്. പല സമയത്തും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യാറില്ല, അതിന് റിയാക്ട് ചെയ്യോ റെസ്പോണ്ട് ചെയ്യോ അങ്ങനെ ആർമി പെർ സേ ചെയ്യില്ല. ആർമിയുടെ കയ്യിൽ ഷൂട്ട് ടു കിൽ വെപ്പൺസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് റിയാക്ട് ചെയ്യാറില്ല. തന്നെയല്ല, ആർമിയുടെ പുറത്തേക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ആർ യു മാരീഡ്? മാരീഡ്, ഹാപ്പിലി മാരീഡ്. വൈഫും ആർമി തന്നെയാണ്. എവിടെ? ഇവിടെ തന്നെ, നാട്ടിൽ ഇവിടെ തന്നെ പോസ്റ്റഡ് ആണ്. രണ്ടുപേരും മിലിറ്ററിയിലാണ്. രണ്ടുപേർക്കും ഒരേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. എനിക്ക് ഇഞ്ചുറി പറ്റിയപ്പോ വൈഫിനെയും എന്റെ കൂടെ തന്നെ എയർലിഫ്റ്റ് ചെയ്തിരുന്നു. ഒരുമിച്ചാണ് ഞങ്ങള് ഡൽഹിയിലേക്ക് വന്നത്. ഇഞ്ചുറി വളരെ സീരിയസ് ആയിരുന്നു? അതെ, സിവിയർ. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടില് മെസ്സേജ് വന്നിരുന്നു ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അതൊരു ഇഷ്യൂ ആയിരുന്നു ആ സമയത്ത്. സാധാരണയായി നമ്മുടെ പേരിനൊപ്പം അമ്മയുടെ പേര് ഇടുന്ന രീതി ആരും കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഋഷി നായർ എന്നുള്ളതിന് പകരം ഋഷി രാജലക്ഷ്മി എന്നാണ്. എന്താണ് അതിൻ്റെ ഒരു ജാതി പേര്? എനിക്ക് ആവശ്യമില്ല. ഇല്ല, ജാതി കർമ്മം കൊണ്ടല്ലേ? അല്ല, പ്രവൃത്തി കൊണ്ടാണ്. പ്രവൃത്തി കൊണ്ടാണ് ജാതി ഡിസൈഡ് ആവേണ്ടത്. അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു യൂഫോറിക് ഇമോഷനാണ്. അമ്മയുള്ള കാലത്ത് മരിക്കാൻ പേടിയാണ് എനിക്ക്. അമ്മ ഇല്ലാത്ത കാലത്ത് ജീവിക്കാനും. സത്യം, ഒരു ജെൻഡർ ഇക്വാളിറ്റിയുടെ കാലഘട്ടമാണല്ലോ ഇത്. സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ സ്വന്തം ഐഡന്റിറ്റിയായും സ്വന്തം എക്സിസ്റ്റൻസിന്റെ റീസണായും അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരു മെസ്സേജായും കിടക്കട്ടെ എൻ്റെ പേര്.